പറക്കുമോ നല്ലവരായ ദൈവമേ, അനുഗ്രഹീതമായ ഈ ഒരു സന്ധ്യയോർത്ത് ഞങ്ങളുടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയേറെ കുഞ്ഞുങ്ങൾ കർത്താവേ അവിടുത്തെ വെളിച്ചത്തിൽ ഈ ദേശത്തിന്റെ പ്രകാശമാണ് നടക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ട്, നോമ്പുകൊണ്ടും നമസ്കാരം കൊണ്ടും കുമ്പിടിയിൽ കൊണ്ടും പുണ്യമുള്ള പാമ്പാടി തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ടുമൊക്കെ അനുഗ്രഹീതമായ ഈ ഒരിടത്ത് ഞങ്ങളെല്ലാവരെയും പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കുന്നതാണ്. പുതുതലമുറയുടെ ഉള്ളിൽ വീഴുന്നതായ ഓരോ വിത്തും അത് 30-40-100 വേണ്ടിയായി ഫലം കായ്ക്കുവാൻ അതിൻ്റെയൊക്കെ എളിയ പ്രവർത്തകരായി ഇവിടെ ആയിരിക്കുന്ന മക്കളുടെയാണെന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. എന്തൊരു മനസ്സിനെ സമർപ്പിക്കുന്നു, എല്ലാ ആചാര്യന്മാരെയും സമർപ്പിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന മലകരസിന്റെ അഭിമാനമായിരിക്കുന്ന വ്യക്തിയെ സമർപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അധ്യാപകരെയും എല്ലാവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങൾ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കണമേ. നിങ്ങളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. സകലവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമ മഹത്വത്തിനായിട്ട് തന്നെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. വൈദിക സെമിനാരിയിലെ ഗുരുനാഥന് എപ്പോഴും പ്രത്യേകിച്ച് ഇടയ്ക്ക് കണ്ടപ്പോഴും ചോദിച്ചു, കോട്ടയത്ത് വരുന്നുണ്ടല്ലേ, കുഞ്ഞുങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറയുകയും നമ്മുടെ സഭയുടെ വിവിധ ചുമതലകളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തനായിരുന്നുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും പ്രകാശം ചൊരിയുന്ന അഭിയന്യ തിരുമേനി, അതോടൊപ്പം തന്നെ ഇവിടെ സ്വാഗതം അറിയിച്ച ബഹുമാനപ്പെട്ട തോമസ് പി സെക്രട്ടറിയാച്ചൻ, എല്ലാവരും സ്നേഹിക്കുന്ന മാധുപുത്രൻ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വിജയ് ഫിലിപ്പച്ചൻ, വേദിയിലായിരിക്കുന്ന ഏറ്റവും ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, ഇവിടെ സദസ്സിലായിരിക്കുന്ന ഏറെ പ്രിയമുള്ള പ്രത്യേകിച്ചിന്റെ കൂടെ പഠിച്ചവരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അതോടൊപ്പം ഈ ഇന്നത്തെ ഈ കുട്ടി കൺവെൻഷൻ എത്തിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, അധ്യാപകർ, ഏറെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കുഞ്ഞുങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഗോട്ട് ആരാണ്? മെസ്സി ആണോ അതോ റൊണാൾഡോ ആണോ? എന്താ ആണോ? എന്റെ മൂത്ത മകനോട് ചോദിച്ചു കഴിഞ്ഞാല് അവൻ പറയുന്നത് മെസ്സി ആണെന്നാണ്. ഇളയാള് പറയും റൊണാൾഡോ ആണ്. ഇവരിൽ ആരാണ് നല്ലത്? ആണല്ലേ? അപ്പൊ എന്താണ് ഇവിടെ ഇരിക്കുന്ന ഞാനും ഈ അടുത്തിടെയാണ് മനസ്സിലാക്കിയത്, ഈ ഗോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദിയിൽ വന്നെന്ന് പറയാമോ? അതാണ്ട് നമ്മുടെ അച്ഛൻ പെട്ടിക്കണക്കിന് ചോക്ലേറ്റ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ വേദിയിൽ വന്ന് GOAT ഗോട്ട് എന്ന് നിങ്ങൾ പറയുന്ന ആ വാക്കിനെ ഒന്ന് ഞങ്ങൾ പഴയ ആളുകളൊന്ന് പറഞ്ഞു തരാമോ? അവിടെ ഇരുന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, ഈ വേദിയിൽ വരണം. ആരാ? ഒറ്റ ഒരാൾ വന്നാൽ മതി, ധൈര്യമുള്ള ഒരാൾ, ആൺകുട്ടിയോ പെൺകുട്ടിയോ. ചെറിയ ആ ചോക്ലേറ്റ് ഒന്ന് കുടിക്കണം. എന്തോ മെസ്സിയാണ് മോളുടെ ഗോട്ട് അല്ലേ? അത് എന്താണെന്നാണ് അച്ഛൻ ചോദിച്ചത്. GOAT. ഇതാണ് രണ്ട് മെസ്സി ഫാൻ, റൊണാൾഡോ ഫാനൊക്കെ വരുന്നുണ്ട്. അതിന്റെ അർത്ഥമാണ് അച്ഛൻ നിങ്ങളോട് ചോദിക്കുന്നത്. ചെന്നുപിടിച്ചോട്ടോ. എന്താ CR7 എന്ന് പറഞ്ഞാൽ എന്താ? റൊണാൾഡോ ആണ്. പിന്നെ ഒരു ചോക്ലേറ്റ് കുടിച്ചു. മോനെ എന്താണ് ഗോൾ? എന്താണ് ഇതിൽ GOAT എന്നുള്ളതിന് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. ഒരു നല്ല ക്ലാപ്പ് നിങ്ങൾ കൊടുക്കാം. ഒരു നല്ല ക്ലാപ്പ്.
ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് ഈ മക്കളുമാർ ഓരോരുത്തരും പറയുന്നത് ചിലർ മെസ്സിയാണ്, ചിലർ റൊണാൾഡോയാണ്. ചെന്നമോനെ എല്ലാവരും തിരുമേനിയെ കുറിച്ച് ഒന്ന് ചോക്ലേറ്റ് മേടിച്ച് ചെന്നാട് നല്ല കുഞ്ഞുങ്ങളാണ്. കാരണം ഇത്രയും ഒരു വലിയ വേദിയുടെ മുൻപിലേക്ക് വരുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയുണ്ട്. മാത്രമല്ല ശ്രീമതി നിത്യഭാമൻ ഇത്ര മനോഹരമായ ഒരു ഗാനം ആലപിച്ചു വരുന്നത് നമ്മൾ എഴുന്നേറ്റ് സംസാരിക്കുന്നു പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല ധൈര്യം വേണം. തിരുവനന്തപുരം ഇത്രയും ശ്രേഷ്ഠരായ വൈദികരുണ്ട്. അപ്പൊ അവരുടെ നടുവിൽ ഈ കുഞ്ഞുങ്ങൾ തന്റെ ഇടത്തോട് വന്ന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ്, അത് മെസ്സിയോ റൊണാൾഡോ ആരും ആണ് എന്ന് പറയുവാൻ തക്കോണം ധൈര്യം കാണിക്കണമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ തന്റെ ഇടമുള്ള കുഞ്ഞുങ്ങളാണ്. മേടിച്ച മോനെ മെസ്സിയാണോ റൊണാൾഡോയാണോ ഇഷ്ടം? മെസ്സിയാണ് ഇഷ്ടം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ വന്നാൽ മതി കേട്ടോ. എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കുന്ന മുമ്പിലേക്ക് വന്നാൽ മതി. ആരെയാണ് അയാളെ ഇഷ്ടം? അതാരാണ്? ഓ, അദ്ദേഹത്തിന്റെ കോഡാണോ അത്? ഒരു നല്ല ക്ലാസ് കൊടുക്കാമോ? നിങ്ങൾ നോക്കിക്കേ, ഒരുപക്ഷെ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും സംസാരിക്കുന്ന ഭാഷ വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പല പാട്ടുകളും അവർ പാടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പാടുന്ന പാട്ട് പ്രത്യേകിച്ച് ഇത്രയേറെ കുഞ്ഞുങ്ങൾ ഇവിടെ മനോഹരമായി പാടി. പക്ഷെ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ വാക്കുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ പാട്ടുകളിൽ ഞാനൊരു ചെറിയ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ട് ഞാൻ പോരാ നേരത്ത് ചോദിച്ചു മക്കളോട്, ഏത് പാട്ടൊക്കെയാണ് കുട്ടികൾ പാടുന്നത്? അപ്പം നീ കേട്ടത് ശരിയാണോ? അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുതിയ പാട്ടുകൾ, അവരുടെ പുതിയ വാക്കുകൾ, അവർ പോകുന്നതായ വഴികൾ, ഇവിടെയൊക്കെ നമുക്ക് അവരുടെ ഭാഷ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവരെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് രണ്ട് മെസ്സിമാരെ കുറിച്ചാണ് ആദ്യം പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. എത്ര മെസ്സിമാരാ? രണ്ട് മെസ്സിമാരാണ്. ഒന്ന് നിങ്ങൾ പറഞ്ഞ മെസ്സിയാണ്. എന്താ? റൊണാൾഡോയുടെ ഏറെ ആളുകളുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ആരാധകർ രണ്ടുപേർക്കും ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഈ രണ്ടുപേരെ ഇഷ്ടപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. രണ്ടുപേരും എങ്ങനെയുള്ളവരാണ്? വിജയിച്ചവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമതായി ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ എപ്പോഴും പറയേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ലീഡറെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ മെസ്സി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് മാത്രം പറയുകയല്ല. ഒരു സാധാരണക്കാരനായി വളർന്ന് അച്ഛൻ പന്ത് കളിക്കാൻ പറഞ്ഞു, പന്ത് കളിച്ചു. ഒരു ദിവസം തളർന്നു വീണു. പിള്ളവാള പോലെ അസുഖമാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അവിടെ നിന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് വരുന്നു. അദ്ദേഹം യുനെസ്കോയിൽ അതിന്റെ അംബാസിഡറായി മാറുകയാണ്. ഒരു കാൽപന്ത് കളിയിലൂടെ ലോകത്തെ സ്വാധീനിച്ച ഒരു മനുഷ്യൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു മെസ്സി ആരാണ് എന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളോട് അടുത്തൊരു ചോദ്യമാണ്. അറിയാവുന്ന വേദിയിൽ നിന്ന് ഉത്തരം പറയണം. കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് എന്റെ മുൻപേ വന്നില്ല. പറ്റുമെങ്കിൽ നമ്മൾ എല്ലാവരും ഇത് വായിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് വാങ്ങിച്ചത്. നേരത്തെ കൈലാഷ് സത്യാർത്ഥി പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ചോദ്യം ഇതാണ്, എന്റെ മുൻപേ വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ പ്രൈസ് ലഭിച്ചപ്പോഴാണ് പലപ്പോഴും ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ ചാനലും ഒക്കെ കൈലാഷ് സത്യാർത്ഥിയെ കുറിച്ച് പലപ്പോഴും അറിഞ്ഞത്. അദ്ദേഹം ആരാണെന്ന് പലരും തിരയുകയായിരുന്നു. 1,00,000-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് രക്ഷിച്ച ഒരു മനുഷ്യൻ, മരണത്തിന്റെ മുമ്പിൽ പലതവണ വീണുപോയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ച സമയത്ത് അദ്ദേഹം മരിച്ചുപോയ, പക്ഷേ 2000-ൽ ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടി എന്ന കുട്ടികളുടെ നോബൽ പ്രൈസ് നേടിയ ഇക്ബാൽ മെസ്സിയ എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ്
നോബൽ പ്രൈസ് നൽകിയത്? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആ കുട്ടി ഏത് രാജ്യക്കാരനാണെന്ന് പറയാമോ? ഇന്ത്യയല്ല, പാകിസ്ഥാനിലെ ഒരു ക്രൈസ്തവ കുട്ടിയായിരുന്നു ഇക്ബാൽ മസിയ എന്നുള്ളത്. അപ്പൊ ഈ ഇക്ബാൽ മസിയയെ സംബന്ധിച്ച് 4ാമത്തെ വയസ്സിൽ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട്, പൈസ കടം വാങ്ങിയതുകൊണ്ട് ഈ തുണികൾ തുന്നുന്ന കമ്പനിയിൽ ജോലിക്ക് പോകേണ്ടി വന്നു, അടിമ ജോലിക്ക് വേണ്ടി പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അടിമയായി വളർന്നു തുടങ്ങിയ ഇക്ബാൽ മസിയ പിന്നീട് തന്റെ കഠിനമായ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ 12ാമത്തെ വയസ്സിൽ, ജനുവരി 1 അദ്ദേഹം ജനിച്ചു, 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ കുഞ്ഞ് വെടിയേറ്റ് മരിക്കുന്ന സമയത്ത് 3000-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മക്കളമാരെ എത്ര പറയാം? 3000-ലധികം കുട്ടികളെ എന്തിൽ നിന്ന് രക്ഷിച്ചു? ബാലവേല എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ? ചെറിയ പ്രായത്തിൽ അവരെ കൊണ്ടുപോയി പാറമടയിലും ഹോട്ടലുകളിലും അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യിക്കുന്ന ഇടമാണ്. അപ്പൊ ഇത് പക്ഷേ നമ്മുടെ ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ പലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കണ്ടേക്കാം. അത് തുറന്നുള്ളതായ സമയത്ത് അത് പറഞ്ഞുകൊള്ളാം. അപ്പോൾ ഈ കുട്ടി കൈലാസ് സത്യാർത്ഥി എന്ന് പറയുന്ന സമാധാനത്തിന്റെ നോബൽ പ്രൈസ് വാങ്ങി ഈ മനുഷ്യൻ 3000-ലധികം കുട്ടികളെ 12 വയസ്സിനിടയിൽ വെടിയേറ്റ് വീഴുന്നതിന് മുൻപ് തന്റെ ജീവൻ പണയപ്പെടുത്തി രക്ഷിച്ച ഇക്ബാൽ മസിയ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയാണ് തനിക്ക് ലഭിച്ചതായ നോബൽ പ്രൈസ് അദ്ദേഹം സമ്മാനിച്ചത്. എങ്ങനെയാണ് ഈ നോബൽ പ്രൈസ്, ഈ ലോകത്തെ നോബൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു സമ്മാനം വന്നു തുടങ്ങിയത്? നമുക്കറിയാം, ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ച സമയത്ത് പത്രലേഖകർ ആൽഫ്രഡ് നോബലാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്ത കൊടുക്കുകയാണ്. മരണത്തിന്റെ മൊത്ത വ്യാപാരി ആൽഫ്രഡ് നോബൽ അന്തരിച്ചു. മക്കളമാരെ എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂസ് വന്നത് എന്താണ്? മരണത്തിന്റെ മൊത്ത വ്യാപാരി ആൽഫ്രഡ് നോബൽ അന്തരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് പത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഇത് തന്നെ കുറിച്ചല്ല പറയുന്നത്, തന്റെ സഹോദരനെ കുറിച്ചാണ്. പക്ഷേ ആൽഫ്രഡ് നോബലിന് തോന്നിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മരിക്കുമ്പോൾ ലോകം എന്നെ കുറിച്ച് എഴുതി വെക്കുന്നത് എന്താണ്? മരണത്തിന്റെ മൊത്ത വ്യാപാരി എന്നാണ്. അപ്പൊ ആ ഒരു വാചകം, അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു, ഡൈനാമിറ്റ് കണ്ടുപിടിച്ചു. ഒരുപക്ഷെ വേൾഡ് വാറിലൊക്കെ ഇത്രയേറെ നാശം ഉണ്ടാകുന്ന കാരണങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇങ്ങനെ മരണത്തിന്റെ ഒരു ദൂതനായി വന്ന ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പത്രപ്രവർത്തകനെ പറ്റിയ, ലേഖകനെ പറ്റിയ ഒരു തെറ്റിൽ നിന്ന് തന്റെ ജീവിതത്തെ മാറ്റുകയാണ്. തന്റെ സമ്പാദ്യങ്ങൾ ഒരുപക്ഷെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും, ഇവർക്കൊക്കെ ഒരു സ്വപ്നമുണ്ട് എന്നുള്ളതാണ്. ഇരിക്കുന്ന ആരെങ്കിലും 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന ആരെങ്കിലും ഒരു കുട്ടി മുൻപിലോട്ട് വന്ന് ആര് ഞാനാകണം എന്ന് വേദിയിൽ ഒന്ന് പറയാമോ? ആരു ഞാനാകണം എന്നൊന്നി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം. ആരാണ് വരുന്നത്? 1-ലോ 2-ലോ? ഇവിടെ ഷെറീച്ചനോട് ചോദിക്കുന്ന ഷെറീച്ചന്റെ മോളാണോ? പെട്ടെന്ന് വന്നേ. ചോക്ലേറ്റ് തിന്നുന്ന 2-3 കുട്ടികൾ പെട്ടെന്ന് വന്നേ. ആര് ആയി തീരണം? ആരായി തീരണം? ഡോക്ടറായി തീരണം. മോളോ? ടീച്ചറായി തീരണം. സോറി മോളോ, കേട്ടോ. ഇനി ഇത്ര പേര് വന്നാൽ മിഠായി തീരാറായി. ഇനി അടുത്ത ചോദ്യത്തിന് വിളിക്കാം കേട്ടോ. അപ്പൊ മോൻ ആരായി തീരണം? ഡോക്ടറായി തീരണം. മോനോ? പോലീസ്. 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 മൊത്തം പോലീസുകാരാണോ? ശരി. ആ, ഇനി കുഞ്ഞിനാരായി തീരണം? നോക്കിക്കേ, ഒരു വലിയ എഞ്ചിനീയർ നോക്കിക്കേ. മോനാണ്. ഇനി മിഠായി പിടിച്ചോളൂ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. പിടിക്കാൻ വളരെ വ്യത്യസ്തമായ ഒരാൾ പറഞ്ഞാൽ 2 മിഠായി കൊടുക്കണം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന് അധികം കുട്ടികൾ പറയാറില്ല. ഞാൻ മറ്റുള്ള പറയുന്നില്ല.
ഡോക്ടർ, നഴ്സാണ്, പിടിക്കുക, മോനെ പിടിക്കണ, പോലീസാണ്, തിരുവേനി, ഡോക്ടറാണോ, പോലീസാണോ, എയർഫോഴ്സ്. ഇത് 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെ അല്ലല്ലോ വരുന്നത്. അനിവേഴ്സറി കുറച്ചുകൂടെ എക്ലൈസിന്റെ ഒരുവിടെ ഉണ്ടായെങ്കിലും വാങ്ങിക്കൊണ്ട് തരണം കേട്ടോ. ആർമി മിടുക്കനാണ്, പോലീസാണ്, ആസ്ട്രോണറ്റ്, ഓ അല്ലേ, ഫയർഫോഴ്സ്, വീണ്ടും പൈലറ്റ് ആണ്. അപ്പൊ ഇവിടെ ആ വീഡിയോ ഒന്ന് കാണിക്കാമോ? നോക്കിക്കേ, നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെ ഉള്ളിലും സ്വപ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് വീഡിയോ സൗണ്ടോട് കൊടുക്കുന്നു. സൗണ്ടോട് കൊടുക്കാം. സൗണ്ട് ഉണ്ടോ? എല്ലാവരും ശ്രമിച്ചോളാം, നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മുടെ ഇത് ഏത് തിരുമേനിയാണ്? ദിയോസ്കോറസ് തിരുമേനിയാണോ? ദിയോസ്കോറസ് തിരുമേനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇവാനിയോസ് തിരുമേനിയെ പോലെ ഒക്കെ മലങ്കര സഭയ്ക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ഒരു തിരുമേനിയാണ്. തിരുമേനി പറയുന്നത്, പക്ഷെ സൗണ്ട് റെഡിയാവുന്നില്ലെങ്കിലും തിരുമേനി പറയുന്ന ഇതാണ്: നിങ്ങൾക്കൊരു ദൈവ സാന്നിധ്യ ബോധം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നേ? നിങ്ങൾ ആരാണെങ്കിലും, ഞാൻ മുമ്പേ പാടിയതുപോലെ, ഒരു കവിതയെ പാടിയതുപോലെ, ആരായി തീർന്നാലും നമുക്ക് ദൈവ സാന്നിധ്യ ബോധം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്ന ഇതാണ്: ഒരു കൊച്ചു കുഞ്ഞ് 12 വയസ്സുകാരൻ നോബൽ പ്രൈസ്, കുട്ടികളുടേതായ ഒരു വലിയ നോബൽ പ്രൈസ് മരണാനന്തരം വാങ്ങുന്നത് താൻ അനുഭവിച്ച വേദനകളിലും ഇക്ബാൽ മിസ്സി എന്ന് പറയുന്ന കുട്ടി വെളിച്ചമായി തീർന്നതുകൊണ്ടാണ്. രണ്ടാമത് കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്തേ മുൻപേ വന്നില്ല എന്ന് ചോദിച്ചത് പാറമടയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന 40 കുട്ടികളിൽ ഒരു കുട്ടിക്ക് പഴം കൊടുത്തപ്പോൾ അത് തൊലി പൊളിക്കാതെ തിന്നു. എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, ഇത്രയും വലിയ ഉള്ളി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ജനിച്ച് പാറമടയിൽ വീണ് കൈകാലുകൾ പൊട്ടി വസ്ത്രം കീറി പീഡിപ്പിക്കപ്പെട്ട് അങ്ങനെ രാവിലെ സെക്യൂരിറ്റി ഗാർഡ് തോക്കുകൊണ്ട് ബാത്റൂമിൽ പോയ സമയത്ത് കൈലാഷ് സത്യാർത്ഥിയും കൂടെയുള്ളവരും വാഹനത്തിൽ കയറ്റി 40 പേരെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള 40 പേരിൽ ഒരു കുട്ടി ഇങ്ങനെ അവർ സംസാരിക്കുകയാണ്. UN-ന്റെ ഒരു വലിയ മീറ്റിംഗിൽ ഇത് ഈ ഒറ്റ ആ മകളുടെ ഒരു ചോദ്യമാണ്. ആ പഴം കഴിച്ചുകൊണ്ട് സമയത്ത് ആ മകള് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തേ മുൻപേ വന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം അവൾ UN-ൽ അവൾ പറയുന്നുണ്ട്, ഇത്രയും വലിയ ലോകത്തിന്റെ വലിയ ആളുകൾ ഇവിടെ നിരന്നിരിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ? UN-ന്റെ ആ അവിടുത്തെ എല്ലാ ആളുകളും നിശബ്ദരായി പോയി എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മളും ഈ ഒരു കാലഘട്ടത്തിൽ നിശബ്ദരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഒരു ഫയൽ പുറത്തു വന്നു, അതിലൂടെ പ്രസ്താവിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ ഒരു ഫയൽ പുറത്തു വന്ന സമയത്ത് മുതിർന്നവർക്കൊക്കെ അറിയാം എത്രമാത്രം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ മതിയാകും എന്നുള്ളതാണ്. ഇവിടെ ഒരു വേദപുസ്തകം ഇരിപ്പുണ്ട്. ഇത് ഏത് പള്ളിയിലെ കുഞ്ഞുങ്ങൾ എഴുതിയതാണ്? കുഞ്ഞുങ്ങൾ എഴുതിയതാണോ എന്ന് പറയാം. കോട്ടയം ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ കുട്ടികൾ 6500 പേര് ചേർന്ന് എഴുതിയതാണ്. അതെ, ഒരു നല്ല ക്ലാസ് കൊടുക്കാമോ അവർക്ക്? നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന, അവർ എന്തുകൊണ്ട് പലരും ലീഡേഴ്സായി മാറുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ ഒന്നാമതായി ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ലീഡേഴ്സായി മാറണം എന്നുള്ളതാണ്. റയാൻ എന്ന് പറയുന്ന ഒരു കുട്ടി സ്കൂളിലെ ടീച്ചർ പറഞ്ഞു, സൗത്ത് ആഫ്രിക്കയിലെ വെള്ളം ഇല്ല. അതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു? തന്റെ വീട്ടിൽ ജോലി ചെയ്തു, അച്ഛൻ്റെ അമ്മയുടെ പൈസ വാങ്ങി റയാൻ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെ നമ്മൾ ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് മാതൃകേശ കർപ്പാശം ഇരിപ്പുണ്ട്. ഞാനൊരു റിലീസ്
ക്യാൻസർ വന്നു. അങ്ങനെ ആരുമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. വന്ന ഉടനെ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ചോദിക്കുന്ന ചോദ്യമാണ്, ഭക്ഷണം കഴിച്ചു? പാമ്പാടി എന്ന് കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരുപക്ഷെ ആ ഒരു ചോദ്യം എന്നെ പാമ്പാടി തിരുമേനിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അവിടെ ഓരോ നേതാക്കളായിരിക്കുന്ന ഓരോ മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴും, മലയാള വെടിയേറ്റ് വീണപ്പോഴും, 2 വെടിയുണ്ടകൾ തലകളിൽ ഇരുന്നപ്പോഴും ഒരു പേനയും പുസ്തകവും ഈ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹിറ്റ്ലറുടെ വലിയ പ്രതിസന്ധിയിൽ പോകുമ്പോൾ ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു കുട്ടി കിറ്റി എന്ന ഡയറി എഴുതിയിട്ട് ഇന്നും നെൽസൺ മണ്ടേലയെ പോലെയുള്ള ആളുകൾ ജയിലിൽ കിടന്നിട്ട് ആ ജയിൽവാസത്തെ അതിജീവിക്കാൻ എന്നെ സഹായിച്ചതിലെ ഒരു ഘടകം ആൻ ഫ്രാങ്കിന്റെ ഡയറിയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് എല്ലാ വെള്ളിയാഴ്ചയും പ്രകൃതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഗ്രേറ്റ ടിൻബർഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ ഓട്ടിസം എന്ന കുട്ടിയാണ്. പക്ഷേ ഓട്ടിസം വന്നിട്ടും അവൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൽ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ഒന്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേറ്റ സമരം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടതായ ഒരു കാലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വളർന്നു വരാൻ പറ്റാതെ പോകുന്നത് എന്നുള്ളതാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനെ മുൻപോട്ട് വരാമോ? 5ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾ വന്നാണ്, ഒറ്റ ഒരാൾ വന്നാണ്. മിഠായി ഒന്നുമില്ല, ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ദയവായി ഇനി ആരും വരണ്ട കേട്ടോ. ഇതിൽ നിന്നൊരു സൂചി എടുക്കണം, ഒരു നൂലിൽ കുരുക്കണം. അപ്പോ പെട്ടെന്നൊരു ഹോംവർക്ക് തരാം. വേദപുസ്തകത്തിൽ സൂചിയും നൂലും കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച കർത്താവിന്റെ ശിഷ്യയുണ്ട്. ആ വേദഭാഗം എടുത്തുകൊണ്ട് ആദ്യം വരുന്നവർക്ക് തിരുമേനി ഒരു ചോക്ലേറ്റ് തരുന്നതാണ്. പുതിയ നിയമത്തിൽ സൂചി നൂലുമുണ്ട്, ഏറ്റവും ചെറിയൊരു ഉപകരണമുണ്ട്. സൂചി സുവിശേഷത്തിന് വിനിയോഗിച്ച ഒരാളുണ്ട്. വേദഭാഗത്തുനിന്ന് എടുത്തുകൊണ്ട് വേദിയിലേക്ക് വരുന്നവർക്ക് സമ്മാനമുണ്ട്. കയ്യിൽ വേദോത്സവം ഉണ്ടെന്നുണ്ടെങ്കിൽ സൂചിയിൽ നൂല് വരുന്നോ? മുമ്പോട്ട് വന്നേ, നോക്കിക്കേ എത്ര പെട്ടെന്നാണ് ഈ സൂചിയിൽ നൂല് വരുന്നത്. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാമോ? അത്ര നിസ്സാരമായ കാര്യം. പിന്നിരിക്കുന്ന പലതയുടെ സൂചിയോട് നൂല് ഒരുക്കാൻ പറഞ്ഞാല് ചെറിയ പറ്റുമോ? വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു. ഇനി ആരെങ്കിലും റെഫറൻസ് എടുത്തോ? ഒരു ക്ലൂ കൂടെ വേണോ തരാം. അപ്പോസ്തല പ്രവൃത്തികൾ, ബൈബിളിൽ ആ റെഫറൻസ് എടുത്തുകൊണ്ട് മുൻപിലേക്ക് വരണം. അപ്പൊ നിങ്ങളത് ഒരു മോൾ വരുന്നുണ്ട്, കൈ കൊള്ളുകയുള്ളൂ. അതിനകത്ത് തിരിച്ച് അതെങ്ങനെ ഇരുന്നോ അതുപോലെ വെക്കണം. അപ്പോസ്തല പ്രവൃത്തികളാണ്. വേദപുസ്തകമുണ്ടോ? മൊബൈല് ബൈബിൾ ഉണ്ടോ? വിഷയം വിളിക്കുന്നു. അപ്പൊ നോക്കിക്കേ, കുഞ്ഞുങ്ങളുടെ വേദപുസ്തകം ഉണ്ടോ? അവിടെ കിട്ടിയോ? അപ്പോസ്തല പ്രവൃത്തികൾ 9ാം അധ്യായമാണ്. പെട്ടെന്ന് വേദിയിലേക്ക് വരണം. അപ്പോസ്തല പ്രവൃത്തികൾ 9ാം അധ്യായത്തിലാണ്. സൂചി കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച ഒരാളുണ്ട്. കൂടി ഒരാൾ വരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. മിഠായി കിട്ടിയോ? മോന്റെ പേരെന്താ? ഏത് പള്ളിയാ? സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ്. വായിക്കാം മോനെ. അല്ല, അതിൽ ആരാധന ഉണ്ടോ? വായിച്ചോ? ഇല്ല, കുഴപ്പമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന വേദോത്സവം ഇവിടെ വന്നു. മോൻ വായിക്കാമോ? 9ാം അധ്യായം 37 നോക്കി വായിക്കാം. ബ്രീത്ത് ചെയ്തു.
റിലാക്സ് ചെയ്ത്. ഓക്കെ, ഇനി വായിച്ചു. പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത എന്ന പേരിലുള്ളൊരു ശിഷ്യ ഉണ്ടായിരുന്നു. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാമോ? വേദപുസ്തകവുമായി വന്നു, ഞാൻ പറഞ്ഞ വേദഭാഗം എടുത്തു, ആ അധ്യായം എടുത്തു, ഇവിടെ വന്നു, അത് വായിച്ചു. ഈ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളാണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യടി പോരാ. തിരുമേനി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നല്ല ക്ലാപ്പുണ്ട്. വചനം ഈ കാലഘട്ടത്തിൽ കുഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പക്ഷേ പലപ്പോഴും പല കളിയാട്ടങ്ങളും നേരിടേണ്ടി വരും, അല്ലേ? ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യമുണ്ടോ? പക്ഷേ നോക്കിക്കേ, സയൻസ് വളർന്ന ഇടങ്ങളിൽ തിരുവനന്തപുരത്ത് അബ്ദുൽ കലാം വളർന്നിടത്ത് ഒരു പള്ളിയുടെ മദ്ബഹയാണ് അവിടെ റോക്കറ്റിന് വേണ്ടി മാറ്റിവെച്ചത്. ഇങ്ങനെ നമ്മൾ സ്പിരിച്വൽ ആയിരിക്കുന്ന ഓരോ സ്വാമി വിവേകാനന്ദന്റെ കാര്യവും ഓരോ നമ്മൾ നോക്കുമ്പോഴും താങ്ക് യു മണി, താങ്ക് യു വെരി മച്ച്. പോകല്ലേ ഒരു സെക്കൻഡ്, താങ്ക് യു. വലതേക്കും ചോദിച്ചു. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ ഈ കുഞ്ഞു മുൻപിലേക്ക് വന്ന് പറഞ്ഞ തബീഥ എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യ ചെയ്തത് തന്റെ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് വസ്ത്രങ്ങൾ തുന്നി നൽകി എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. അത് പിന്നീട് എന്ത് സംഭവിച്ചു? ഡോർക്കാസ് എന്നാണ് അതിന്റെ ഗ്രീക്ക് വാക്ക്. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഡോർക്കാസ് സൊസൈറ്റികൾ ഉണ്ടാകുന്നു. അതിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഴിയിൽ കിടക്കുന്നവർക്കും ഒറ്റപ്പെട്ടു പോയവർക്കുമൊക്കെ അവർ പുതപ്പുകൾ തുന്നി നൽകുന്നു എന്നുള്ളതാണ്. നോക്കിക്കേ, 2000 വർഷങ്ങൾക്ക് മുമ്പിട്ട് കർത്താവിന്റെ ശിഷ്യ എന്ന് പറയുന്ന ഒരാൾ തന്റെ കൂടെയുള്ളവരുടെ നഗ്നതയ്ക്കും അഭിമാനത്തിനും കാലാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനും വേണ്ടി തന്റെ സൂചി വിനിയോഗിച്ചപ്പോൾ പിന്നീട് പിറക്കുന്ന ഓരോ സൊസൈറ്റികളും ഡോർക്കാസ് സൊസൈറ്റികൾ പുതപ്പുകൾ നിർമ്മിച്ച സമൂഹത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോരുത്തരും നല്ലത് ചെയ്താൽ അത് തലമുറകളിലേക്ക്, അവരുടെ ജീനുകളിലേക്ക് പടർന്നുകൊണ്ട് സമൂഹത്തിലേക്ക് നന്മയായി തീരുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഡേവിഡ് എത്ര കല്ലുകളാണ് എടുത്തത്? ഒരാൾക്ക് വേദിയിൽ നിന്ന് പറയാമോ? ഇനി ആരും വരണ്ട, ഇനി ആരും വരണ്ട. 5 പേർ വന്നു കഴിഞ്ഞ് വന്നോ? ഇവിടെ വന്നാലും മിഠായി കിട്ടിയവർ ഇനി വരരുത് കേട്ടോ. ഒരു തവണ മിഠായി കിട്ടിയവർ വരരുത് കേട്ടോ. ഒരു തവണ മിഠായി കിട്ടിയവരിന് വരരുത് കേട്ടോ. ഒരു തവണ മിഠായി കിട്ടിയവർ വരരുത്. ഓൺലൈൻ 2 മിഠായി ഉണ്ടെങ്കിൽ വന്നതല്ലേ, കുഴപ്പമില്ല. ഇനി ഞാൻ വരരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ 5 പേരും ചേർന്നത് ഇപ്പൊ 6 പേരായി, 7 പേരായി. ഡേവിഡ് എത്ര കല്ല് എടുത്തോളൂ? 5 കല്ല് എടുത്തോളൂ. എന്തിനാണ് ഡേവിഡ് 5 കല്ലെടുത്തതെന്ന് പറയാമോ? എന്തിനാണ് ഡേവിഡ് 5 കല്ലെടുത്തത്? എന്തിനാണ് ഡേവിഡ് 5 കല്ലെടുത്തതെന്ന് പറയാം? മോന് പറയാമോ? തിരുമേനി ഇവിടെ പറഞ്ഞു. എന്റെ ഇതില്ല കല്ല്, പക്ഷെ ഞാൻ കല്ല് തരാം കേട്ടോ. ഞാൻ കല്ല് ഇവിടെ വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. അപ്പൊ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ എങ്ങനെയുള്ള കല്ലെടുത്തു എന്നാണ് പറയുന്നത്? 5 കല്ലുകളാണ്. മിടുക്കിയാണ് കേട്ടോ, വെരി ഗുഡ്. എങ്ങനെയുള്ള കല്ലെടുത്തു എന്നാണ് പറയുന്നത്? ഒരു തോട്ടിൽ നിന്ന് വിരസമുള്ള. ഇതിന് വിരസമുണ്ടോ? നോക്കിക്കേ, ഞാൻ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോയ വീട്ടിൽ നിന്ന് എന്റെ കൂടെ വന്ന അങ്കിൾ വിനോങ്കിൾ പറക്കി തന്നതാണിത്. അപ്പം ഈ കല്ലിന്റെ പ്രത്യേകത എന്താ? അപ്പൊ ഇത് പറക്കുന്നത് കണ്ടിട്ട് ആ വീടിന്റെ ഉടയവൻ പറഞ്ഞു, ഈ കല്ലുകൾ എത്ര ഭാഗ്യമുള്ളതാണ്. അപ്പൊ എനിക്ക് അതിശയം തോന്നി. കാരണം സത്യമാണ്, ഒരു കല്ല് ഭാഗ്യമുള്ളത് എങ്ങനെ മാറുന്നു? ഇത് എവിടെ പിറന്നെയാണ്? എത്രയോ വർഷം കൊണ്ട് ഒരു വലിയ കല്ലായിരുന്നു. അത് വളരെ മനോഹരമായി ഒഴുകി അത് അതിന്റെ വക്കുകളൊക്കെ ഉടഞ്ഞ് ഇത്ര മനോഹരമായി ഇന്ന് ഈ മക്കളുടെ കയ്യിലിരിക്കുകയാണ്. എന്തിനാണ് ഡേവിഡ് ഈ 5 കല്ലുകൾ എടുത്തത്? ഗോലിയാത്തിനെ യുദ്ധം ജയിക്കാൻ.
ഈ കഴിഞ്ഞ ഞായറാഴ്ച കോന്നി കൺവെൻഷനിൽ വരയും വയൽക്കിളികൾ വന്ന ടീമായി ഞങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തന ശുശ്രൂഷയിൽ ആ മീറ്റിംഗിലായിരുന്നു. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനെയാണ് പേടി? നിങ്ങൾക്ക് എന്തിനാ പേടി? ആരെയാണ് പേടി? ഇരുട്ടിനെ പേടിയാണ്, പപ്പേനെ പേടിയാണ്, അമ്മേനെ പേടിയാണ്, പാമ്പിനെ പേടിയാണ്, സാത്താനെ പേടിയാണ്, പ്രേതത്തെ പേടിയാണ്, സാത്താനെ പേടിയാണ്, സാത്താനെ പേടി. ഇനി സാത്താൻ പറയുന്നത് അപ്പേനെ പേടിയാണ്. എന്റെ അപ്പ ഇവിടെ ഇരിപ്പുണ്ടോ? ഇരുട്ടിനെ പേടിയാണ്, സിംഹത്തെ പേടിയാണ്. ഇപ്പൊ ഞാൻ കോന്നി കൺവെൻഷൻ ചോദിച്ച സമയത്ത് ആദ്യം അവർ പറഞ്ഞത് സൗണ്ട് വന്നത് ഓക്കെ ഒന്ന് കട്ടുകൂടി കേട്ടെ. അവിടെ അവർ പറഞ്ഞത് എന്താണ്? ഓക്കെ അപ്പൊ എന്താ? അപ്പൊ അവരെ ആദ്യം പറഞ്ഞത് ടീച്ചറിനെ പേടിയാണെന്നാണ്. ആരെ പേടിയാണെന്നാണ്? നിങ്ങൾ നോക്കിക്കേ, ഈ ഗോലിയാത്തിനെ നമ്മൾ കാണുമ്പോൾ ഈ ഗോലിയാത്ത് 5 കല്ലുകൾ എടുക്കാനുള്ള കാരണത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഗോലിയാത്തിന് 4 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് അതേക്കുറിച്ച് വായനയുള്ളത്. ഗോലിയാത്തിന് ഡേവിഡ് 5 കല്ലുകൾ എടുത്തു. അത് എടുക്കാൻ കാരണം ഒന്ന് ഗോലിയാത്തിന് വേണ്ടിയാണെങ്കിൽ ബാക്കി 4 ഗോലിയാത്തിന്റെ ബ്രദേഴ്സ് ചേട്ടന്മാര് വന്നാൽ സഹോദരങ്ങൾ വന്നാൽ അവരെയും നേരിടുന്നതിന് വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ അതാണ് ഒരു കാരണം. പിന്നീട് പറയുന്നുണ്ട് പെന്റാറ്റൂക്ക് ആദ്യത്തെ 5 ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഏതൊക്കെയാ മക്കളെ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. നിങ്ങൾ എത്ര മിടുക്കലാണ് നോക്കി. എല്ലാവരും പറഞ്ഞു എന്നുള്ളതാണ്, എല്ലാവരും പറഞ്ഞു എന്നുള്ളതാണ്, അല്ലേ? അപ്പം ഈ ഒന്നാമത്തെ കല്ല് ഈ എടുക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ ഗോലിയാത്ത് എന്ന് പറയുന്നത് ഒരു വളരെ അതേക്കുറിച്ച് പഠനങ്ങളൊക്കെ പറയുന്നത് വളരെ ഉയരമുള്ള ഒരു മനുഷ്യൻ, അതൊരു രോഗാവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ശരീരം അമിതമായി ഒരു പരിധിക്ക് മേൽ വളരുന്നത്, അത് തീരെ ചെറുതാകുന്നതാണെങ്കിലും. അപ്പോൾ ഈ ഗോലിയാത്തിനെ നമ്മൾ ഉപയോഗിക്കാവുന്നത് ഗോലിയാത്ത് ഹെറോൺ എന്ന് പറയുന്ന ഒന്നുണ്ട്. വീഡിയോ ഓണാക്കാൻ പറ്റുമോ? ഒന്ന് അത് മൊത്തത്തിൽ സ്ക്രീനിലൊന്ന് കാണിക്കാൻ പറ്റുമോ? മൊത്തത്തിൽ പാടായിരിക്കും അല്ലേ? അതിന്റെ ഒരു അവിടെ ഓണായിരിക്കുന്നതിന്റെ ഒരു ഫോട്ടോ വെച്ചാൽ നമുക്ക് തരാമോ? അവിടെ ഓണായിരിക്കുന്ന സ്ക്രീനിൽ ഒരു ഫോട്ടോ തരാം. ഫോണിൽ അവിടെ ലാപ്പിൽ ഓണായിരിക്കുന്നതിന്റെ ഒരു ഫോട്ടോ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഗോലിയാത്ത് ഹെറോൺ എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്താ ഗോലിയാത്ത് ഹെറോൺ? ഹെറോൺ എന്ന് പറഞ്ഞാൽ എന്താ? കൊക്ക, ഏറ്റവും വലിയ കൊക്കിന് പറയുന്ന എന്താണ്? ഗോലിയാത്ത് ഹെറോൺ എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളത് സമ്മതിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അധ്യാപകരെ പേടി, അപ്പനെ പേടി, അമ്മയെ പേടി, പരീക്ഷയെ പേടി, ഭൂതത്തെ പേടി, പ്രേതത്തെ പേടി, സാത്താനെ പേടി. ഈ കുഞ്ഞുങ്ങൾ ഒന്നാമത് അവർ ഗോലിയാത്ത് എന്ന് പറഞ്ഞ ഇത്രയും ഫിയർഫുൾ ആയ ഒരു സാധനത്തെ അവരെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെ മക്കളെ? നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ? ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ അതിജീവിക്കണമെന്ന്. ലൈറ്റ് ഇടുമ്പം ഇരുട്ട് പോകുന്നില്ലേ, അല്ലേ? പാമ്പിനെ നമ്മുടെ അപ്പാവും അതിനെ ഓടിക്കും പോകുന്നില്ലേ എന്ന് പറയുന്നത് പോലെ എന്ത് വേണം? നിങ്ങളുടെ പേടികളെ മാറ്റണം എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു. അപ്പോ നിങ്ങൾ നോക്കിക്കേ, ഈ ചില പേടികൾ രണ്ടാമതായിട്ട് നമ്മളെ മിഠായി കിട്ടിയോ? ഓക്കെ, നിങ്ങൾ നോക്കി വീഡിയോ 3 നിങ്ങൾ ഓണാക്കണം. വീഡിയോ 3 7 days without God. First day എന്താ മക്കളെ? Sin day എന്നുള്ളതാണ്. Please on.
ദിവസം സൺഡേ സിൻഡേ മാറും. അത് നോക്കിക്കേ, മൺഡേ എന്തായി മാറുന്നു? മോൺഡേ ആയി മാറും. കരച്ചിലിന്റെ ദിവസമായി മാറുകയാണ് അല്ലെ? ദൈവമില്ലെങ്കിൽ പ്ലീസ്. അടുത്ത എന്താണ്? ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ എന്താ? അന്നധികം ദിവസം. പ്ലീസ് നോ. പ്ലീസ് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എന്താ? വേസ്റ്റ് ഡേ. പ്ലീസ് നോ. അടുത്ത എന്താ? തേഴ്സ്ഡേ അല്ലേ? തേഴ്സ്ഡേ ആയിട്ട് മാറുകയാണ് അല്ലേ? യൂടാ പ്ലീസ്. അടുത്ത നോക്കി, ഫ്രൈഡേ എന്തായി മാറുന്ന? അല്ലെ, ഫൈറ്റ് ഡേ ആയി മാറുകയാണ്. ദൈവം അല്ലേ? നെക്സ്റ്റ് പ്ലീസ്. അടുത്ത സാറ്റർഡേ അല്ലേ? യെസ്, സാറ്റർഡേ ആയി മാറുകയാണ്. അപ്പൊ നോക്കിക്കേ, ഈ ദൈവമില്ലാതെ പോകുന്ന ദിവസങ്ങൾ, പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഫെയ്ത്ത് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതം എന്താകും മക്കളെ? മനോഹരമായിരിക്കും. ഒരു നല്ല ക്ലാപ്പ് ഈ കുഞ്ഞുങ്ങൾ കൊടുക്കാമോ? വിളിച്ചോ, പോയി വിളിക്കട്ടോ. നോക്കിക്കേ, നമ്മൾ എന്റെ കല്ല് തിരിച്ചിരുന്ന കേട്ടോ, തിരിച്ചുകൊണ്ട് ചെല്ലണം അദ്ദേഹം ആ അങ്കിൾ പറഞ്ഞു. ഇനി 3 കല്ല് തിരിച്ചു കിട്ടിയോളൂ. മെഡിക്കൽ കേട്ടോ. താങ്ക് യു കേട്ടോ. മംഗളൂർ പോയിരുന്നോ? വീഡിയോ കാര്യം. അപ്പൊ നോക്കിക്കേ, നമ്മൾ കണ്ടു ഇവരുടെ പേടികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്ത് വേണം? ഇവിടെ അവർ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ എനിക്കൊരു പക്ഷേ വളരെയേറെ ഇഷ്ടം തോന്നിയത് ഒരു ചെറുപ്പക്കാരൻ, ഞാൻ നല്ല ഗബ്രിയേൽ പള്ളി ഇരിക്കുന്ന സമയത്ത് അവർ നോമ്പെടുത്ത് നൂല് കൊണ്ട് എനിക്കൊരു പ്രെയർ റോപ്പ് ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. ഒരു സോണിയച്ചന്റെ കയ്യിലും അലക്സന്റെ കയ്യിലും ഷെറിയച്ചന്റെ കയ്യിലും ഒക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ബൈബിൾ എഴുതി എന്ന് പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്രയേറെ ഫയലുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോകം മുമ്പോട്ട് പോകുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടാകേണ്ടുന്ന ഒന്നാണ് ബൈബിളിന്റെ ഒപ്പം ഒരു പ്രെയർ റോപ്പ്. അവരുടെ പേടികളെ ഒരുപക്ഷെ അവർക്ക് അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ടൈഗർ ഫിഷ് ഒരുപക്ഷെ രണ്ടാമതായി വരുന്നത് സൈബർ ക്രൈമുകളാണ്. അപ്പൊ അതായത് അടുത്ത് നമ്മൾ കാണുന്ന ഒരു കല്ലെന്ന് പറയുന്നത് അവരെടുക്കുന്നത് ഒരു ഗോലിയാത്ത് എന്ന് പറയുന്നത് ടൈഗർ ഫിഷ് എന്നുള്ളതാണ്. ടൈഗർ ഫിഷ് എന്ന് പറഞ്ഞാല് മുതലയെ പോലും ആക്രമിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ള ഒരു മത്സ്യമാണ്. അത് വെള്ളത്തിനടിയിൽ പതിഞ്ഞിരിക്കും, എന്നിട്ട് അതെന്ത് ആക്രമിക്കും. അപ്പോ നിങ്ങൾക്കറിയാം, ഇന്ന് പത്രം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിക്കും അവന്റെ ആൺപിള്ളയ്ക്കും ഓരോ ഫോൺ വാങ്ങിക്കൊടുത്തു. അത് തിരികെ മേടിച്ച സമയത്ത് ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ അത്രത്തോളം സൈബർ ലോകത്ത് അവർ അടിപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒന്ന് വീഡിയോ ബാക്ക് ചെയ്യുമോ? വീഡിയോ 5 മക്കളെല്ലാവരും ശ്രദ്ധിച്ച് കാണണം ഈ വീഡിയോ കേട്ടോ. വളരെ ശ്രദ്ധയോടെ ഓരോ കുഞ്ഞുങ്ങൾ കാണേണ്ടുന്ന ഒരു വീഡിയോ ആണ്. നോക്കിക്കേ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മക്കളെ? ഞാൻ തോന്നിയിൽ പോയ സമയത്ത് എനിക്കൊരു 1200 കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കളിക്കുന്ന ഗെയിം ഏതാണ്? ഇവിടുന്ന് കുഞ്ഞുങ്ങൾ ഉറക്കെ പറയണ്ട, പക്ഷേ ബാക്ക് ചെയ്തു പ്ലീസ്. താങ്ക് യു. ബാക്ക് ചെയ്തു. അപ്പോ അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉറക്കെ ഒരു ഗെയിമിന്റെ പേര് പറഞ്ഞു. സത്യത്തിൽ ഞാനിവിടെ ചോദിക്കുന്നില്ല, പക്ഷെ ഞാൻ ചോദിച്ചു എത്ര ലെവൽ വരെയായി. അപ്പൊ ഒരു കുട്ടി മുൻപിലോട്ട് വന്നിട്ട് പറഞ്ഞു 52ാമത്തെ ലെവലായി. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്റെ പുത്രനോട് ചോദിച്ചു, കാരണം ആ ഗെയിം കളിച്ച് ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ അമ്മയുടെ 24 hours അത് കളിച്ചു. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അമ്മയുടെ കരച്ചിൽ എന്റെ മകനെ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങോട്ട് അവൻ ആ ഗെയിം കളിക്കുന്നില്ല. ഫുട്ബോളിൽ കളിക്കുന്ന കാണുന്നുണ്ട്, എങ്കിലും അത്ര അഡിക്ഷൻ ഇല്ല. അപ്പൊ ആ ഒരു ഗെയിം ഞാൻ ചോദിച്ച സമയത്ത് ഞാൻ ചേട്ടാ എത്ര നാളുകൊണ്ട്
ഒക്കെ ഈ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, കിൻഡർ ജോയ് മേടിക്കുന്ന സമയത്ത് മിഠായി ചെറുതാ, 50 രൂപയ്ക്ക് വേണ്ടി മേലെ, പക്ഷെ അതിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സമ്മാനമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ കാണേണ്ടത് ഈ ടൈഗർ ഫിഷ് എന്ന് പറയുന്ന വെള്ളത്തിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന സൈബർ ക്രൈം എന്ന് പറയുന്നത് അതിനെ എങ്ങനെയാണ് അവർ അതിജീവിക്കേണ്ടുന്നത്? നമ്മുടെ ദേവാലയങ്ങളിൽ അവരെ കണക്ട് ചെയ്തെടുത്ത് ഇപ്പൊ കൊയറിൽ കുഞ്ഞുങ്ങൾ പാടുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവരെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നുണ്ട്, അവർ എഴുതുന്നുണ്ട്. ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് അവർ അത് ചെയ്യേണ്ടുന്നവരാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഗോലിയാത്ത് ബീറ്റിൽ എന്ന് പറയുന്ന ഒന്നാണ്. അപ്പൊ ഗോലിയാത്ത് ബീറ്റിൽ എന്ന് പറയുന്നത് ഡ്രഗ്സിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇന്നലെ വന്ന ഒരു ഡോക്ടറിന്റെ വീഡിയോ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവര് ഇത് അറിയാതെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അവന്റെ വാ തുറന്ന് നോക്കിയപ്പോൾ ഡോക്ടർ കണ്ടത് ക്യാൻസറസ് ആയ ഒരു മുറിവാണ്. നമുക്ക് ഇതൊക്കെ വിൽക്കുന്നത് ആരാ അല്ലെങ്കിൽ വാങ്ങുന്നത് ആരാ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ അവരോട് പാടി കൊടുക്കേണ്ടുന്ന ഒരു കവിതയുണ്ട്. അത് കടമ്മനിട്ടയുടെ കണ്ണ് എന്നൊരു കവിതയാണ്. അതിന്റെ ആദ്യം ഒന്നും പറയുന്നില്ലെങ്കിലും നേരമായി നിനക്കു ജീവിക്കാൻ നേരമെന്നു തിരക്കു കൂട്ടുന്നു, കാവിലെ കിളിപ്പാട്ടുകൾ കേട്ടും പൂവുകൾ കണ്ടു പറന്നു ചെല്ലല്ലേ, കാട്ടിലുണ്ട് പതുങ്ങിയിരിക്കും കാടണ്ടു കടിച്ചു പറിക്കും, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തി ജ്വലിക്കും, ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. അപ്പോൾ ഈ ഒരു കണ്ണ് ഇവർക്ക് കൊടുക്കുവാൻ, അവർക്കൊരു സ്വയം അവരെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം. അപ്പൊ ഇവിടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുതിയ പഠനങ്ങൾ പറയുന്നത് 80% കുട്ടികളും ലഹരി ഉപയോഗിച്ചത് അവരുടെ കൂട്ടുകാർ കാരണമാണ്. കൂട്ടുകാർ കാരണമാണ് ലഹരി ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഓർത്തിരിക്കേണ്ടുന്നത് അവർക്കൊരു സ്വയം ഇത് വേണ്ട എന്ന് വെക്കുവാൻ തക്കവണ്ണം കുഞ്ഞുനാൾ മുതൽ തന്നെ നമ്മൾ ആ ഒരു ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു വലിയ ലഹരി, ഗോലിയാത്ത് ബീറ്റിൽ എന്ന് പറയുന്ന ഭാരമുള്ള ഒന്നാമത്തെ ദേഹത്ത് പതിക്കാൻ നമ്മൾ നോക്കണം. നിങ്ങൾ തൊട്ടടുത്തത് പറയുന്ന ഗോലിയാത്ത് ഫ്രോഗ്. അപ്പൊ ഗോലിയാത്ത് ഫ്രോഗ് തവളകളിൽ ഏറ്റവും വലിയതിനെയാണ് ഗോലിയാത്ത് ഫ്രോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ തവളയുടെ പ്രത്യേകത എന്താണ്? മക്കളമാരെ, തവള എവിടെയാ വളരുന്നേ? കേട്ടില്ല? വെള്ളത്തിലും കരയിലും വളരും. അത് ടോക്സിക് റിലേഷൻസ് ആണ്. എന്താ? തെറ്റായ ബന്ധങ്ങൾ. ഇപ്പൊ നമ്മുടെ പല കുഞ്ഞുങ്ങളും നമുക്കറിയാം, ഫേസ്ബുക്കിൽ ഒരാളെ കാണുന്നു, പരിചയപ്പെടുന്നു, ഇറങ്ങിപ്പോകും. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ട് നോക്കിക്കേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ച്, ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയോ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോവുകയോ ഞങ്ങളുടെ മാതാപിതാക്കളെയോ ഗുരുജനങ്ങളെയോ വൈദികരെയോ ദുഃഖിപ്പിക്കുകയില്ല. ഉറക്കെ പറഞ്ഞേ, സത്യം സത്യം സത്യം. അപ്പൊ ഈ ഒരു സത്യം നിങ്ങൾ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കണം. പാമ്പാടി തിരുമേനിയുടെ പവിത്രമായ ദീപ്തമായ സ്മരണകളൊക്കെ ഉറങ്ങുന്നിടത്ത് വെച്ചാണ് നമ്മൾ ഈ പ്രതിജ്ഞ എടുത്തത്. വീഡിയോ ഒന്ന് ബാക്ക് ചെയ്യാമോ? വീഡിയോ 6. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോ? Some of you think holding on makes you strong, but sometimes it is letting go. മക്കളെ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു ട്രാപ്പ് ഫ്ലവർ ആണ്, നിങ്ങൾക്ക് അറിയാം. ഒന്ന് ഹോൾഡ് ചെയ്യാമോ? ഒന്ന് പോസ് ചെയ്യാമോ പ്ലീസ്? എന്താ മക്കളെ ഇവിടെ സംഭവിച്ചത് നോക്കിക്കേ. ഒരു മുളക് കഷ്ണം എടുത്ത് ട്രാപ്പ് ഫ്ലവറിലേക്ക് വെച്ചു. എന്ത് സംഭവിച്ചു? സാധാരണഗതിയിൽ അതിനെ ഉള്ളിലാക്കേണ്ടതാണ്, പക്ഷേ ആ ട്രാപ്പ് ഫ്ലവർ എന്തായി പോയി? താഴെ എഴുതി വെച്ചിരിക്കുന്നത് സ്റ്റോപ്പ് ഹോൾഡിംഗ് ദ റോങ് വൺ. എന്താ? ഒരു ഈ അടുക്ക നമ്മൾ കണ്ടതാണ്. ഫ്രണ്ട് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്താണ് മക്കളെ? FRIEND. ഗേൾ ഫ്രണ്ടിന്റെയോ? GIR. യെസ്. ബെസ്റ്റ് ഫ്രണ്ടിന്റെയോ? ആണോ? ഇതിന്റെ അവസാനം അക്ഷരം ഏതാണ്? END. അപ്പൊ ഇതിൽ ചിലതിനൊക്കെ എൻഡ് ഉണ്ടല്ലേ? പക്ഷെ
പക്ഷെ ഫാമിലിയുടെ അവസാനത്തെ വാക്കുകൾ നിങ്ങൾ നോക്കിക്കേ, FAMIL. അവസാനത്തെ അക്ഷരം ഏതാണ്? I love you എന്നുള്ളതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം, ഇങ്ങനെ ഉള്ളതായ ടോക്സിക് റിലേഷനിലേക്ക് നിങ്ങൾ ചെന്നപ്പെടരുത്. പ്ലീസ് ബാക്ക് ഒരു വീഡിയോ പ്ലീസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഗോലിയാത്ത് എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് പേടിയാണ് അതിജീവിക്കേണ്ടത്. ആത്മീയത കൊണ്ട്, ആത്മവിശ്വാസം കൊണ്ടും. ടൈഗർ ഫിഷ് എന്നുള്ള സൈബർ ക്രൈംസ് ആണ്. ഗോലിയാത്ത് ബീറ്റിൽ എന്ന് പറയുന്ന ഡ്രഗ്സിന്റെ കാര്യങ്ങളാണ്. അവർ എന്തെങ്കിലും സെൽഫ് കൺട്രോൾ വേണം. ഗോലിയാത്ത് ഫ്രോഗ് എന്നുള്ള ടോക്സിക് റിലേഷൻസ് ആണ്. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്, നോക്കിക്കേ വീഡിയോ 4. കുഞ്ഞുങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിരിക്കും. എന്താ നമ്മൾ കാണുന്നത്? അശ്രദ്ധമായി നിൽക്കുന്ന ഒരു കുട്ടിയെ, നമ്മുടെ ഒരു പക്ഷെ കേരളത്തിലായിരിക്കണമെന്നില്ല, പക്ഷെ എങ്കിലും 2023 തോന്നുന്നു, എഴുത്തെന്ന് പറയുന്ന മാസികയിൽ വന്ന റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. ഇവൻ കേരളത്തിൽ പോലും മനുഷ്യക്കടത്തിന്റെ ഏജന്റുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ, നമ്മുടെ കൈകളിൽ നിന്ന് ഒരിക്കൽ ഒരു കുട്ടി അച്ഛനോട് പറഞ്ഞതുപോലെ, മോനെ എന്റെ കൈ മുറുകെ പിടിച്ചോ എന്ന് അച്ഛൻ പറഞ്ഞപ്പോ കുട്ടി എന്താ പറഞ്ഞത്? വേണ്ട, പപ്പ എന്റെ കൈ മുറുകെ പിടിച്ചാൽ മതി. കാരണം ആൾക്കൂട്ടത്തിൽ ഞാൻ അച്ഛന്റെ കൈ പിടിച്ചാൽ ചിലപ്പോൾ എന്തോ സംഭവിക്കും? കൈ വിട്ടു പോകും. പക്ഷേ പപ്പ എന്റെ കൈ പിടിച്ചാൽ, അല്ലെങ്കിൽ അമ്മ എന്റെ കൈ പിടിച്ചാൽ ഒരിക്കലും ആ പിടി, മക്കളെ പറഞ്ഞ ആ പിടി അതാണ്. അപ്പോൾ പ്ലീസ് ബാക്ക് പ്ലീസ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ കുഞ്ഞുങ്ങൾ എടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എടുക്കേണ്ടുന്ന ഒരു 5ാമത്തെ കല്ല് എന്ന് പറയുന്നത് കേരളമാണ്. കേരളം നല്ല ശ്രദ്ധയുണ്ടാകണം എന്നുള്ളതാണ് നമ്മളിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കുക, എടുക്കുന്ന 1 പ്രാർത്ഥന, 2 വിശ്വാസം, 3 ധൈര്യം, അതോടൊപ്പം പരിശുദ്ധാത്മാവ്, അതോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. മക്കളെ എല്ലാവർക്കും ചേർന്ന് പറയാം, ഒന്ന് പറയാമോ? 1ാമത്തത് പ്രാർത്ഥന. ഒന്ന് പറഞ്ഞേ, 1ാമത്തെ കല്ല് ഏതാണ് നമ്മൾ എടുക്കുന്നത്? 2ാമത്തെ കല്ല് വിശ്വാസം. എന്താ? 3ാമത്തത് ധൈര്യം. എന്താ? 4ാമത്തത് പരിശുദ്ധാത്മാവ്. 5ാമത്തത് ചാരിറ്റി എന്നുള്ളതാണ്. പറഞ്ഞേ, ഈ വാക്കുകൾ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് എഴുതി വെക്കുക. പ്രാർത്ഥന, വിശ്വാസം, ധൈര്യം, പരിശുദ്ധാത്മാവ്, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് എന്നുള്ളതാണ്. അപ്പോ 2 ഭാഗങ്ങൾ ആണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും കണ്ടത്. ഒന്ന്, ലീഡറായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും തയ്യാറാകണം. ഒരു നോബൽ പ്രൈസ് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും സ്വപ്നം കാണണം. ലോകത്തെ നയിക്കുന്ന വലിയ മനുഷ്യരായി അവർ മാറണം എന്നുള്ളതാണ്. ഇനി ഒരു ഭാഗം കൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ദൈവിക ശുശ്രൂഷ പൂർത്തിയാക്കാം എന്ന് ചിന്തിക്കുന്നു. വീഡിയോ നമ്മൾ നോക്കിക്കേ, വീഡിയോ 12. മക്കളെ നോക്കിക്കേ, ഇതെന്താണ്? ഒരു കാറ്റർപില്ലറാണ്. എടുക്കുക, എന്താ ഇവിടേക്ക് നോക്കിക്കേ. ഈ കാറ്റർപില്ലർ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും എന്തായി തീരേണ്ടുന്നവരാണ്? ചിത്രശലഭങ്ങളായി തീരേണ്ടുന്നവരാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ഒരു മുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് പുഴുവായി, ഈ പുഴു എന്താ കഴിക്കുന്നത്? ഇലയാണ്. ആരാണെന്ന് പറഞ്ഞത്? വന്നേ, മിഠായി പിടിച്ചോ, മിടുക്കൻ. എന്നാൽ അത് ശലഭമായി തീരുമ്പോൾ അതെന്താണ് കഴിക്കുന്നത്? ഒത്തിരി പേര് പറഞ്ഞു. ഇത് നല്ല ക്ലാപ്പ് അവർക്ക് കൊടുത്തേ. അപ്പോൾ നോക്കിക്കേ, ഒരു മാറ്റമാണ് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ജോസഫ് അന്നക്കുട്ടിയുടെ ഒരു പുസ്തകം, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു മനുഷ്യനെ കാണാം. സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം. അപ്പൊ അദ്ദേഹം അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നത് വലിയ കട്ടിപ്പണിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരു കുഞ്ഞിന് കിഡ്നി കൊടുക്കേണ്ടതായിട്ട് വന്നു. അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ സഭയിലെ വൈദികരൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഏറെ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോ
ഡോക്ടർ പറയുന്നത് വലിയ പ്രതിസന്ധി നിറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഇനി പഴയതുപോലെ ജോലിക്ക് വരാൻ പറ്റുകയില്ല. പക്ഷേ ആ ഓപ്പറേഷന്റെ പിറ്റേന്ന് ആ മോള് ആ അനിൽ എന്ന് പറയുന്ന മനുഷ്യനെ വിളിച്ചിട്ട് പറയുന്നത്, അങ്കിളെ താങ്ക് യു, ദൈവം അയച്ച മാലാഖയാണ് അങ്കിൾ. കിഡ്നി കൊടുക്കണ്ട, എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് പെൺകുട്ടിയുടെ അച്ഛനോട് പറയാനായിട്ടിരുന്ന ആ സാധു മനുഷ്യൻ, സാധാരണക്കാരനായ മനുഷ്യൻ, ആ ഒരൊറ്റ വാചകത്തിൽ ജോസഫിനെ കൂടി പറയുകയാണ്, എന്നും എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നമുക്ക് പോലും എത്രയോ വലുതായിരുന്നു. അത് 1 രൂപ പോലും വാങ്ങാതെ ആ മനുഷ്യൻ ആ സാധു പെൺകുട്ടിക്ക് വേണ്ടി തന്റെ ശരീരം പകുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുസ്താഫിനെ ഓർക്കുന്ന ദിവസങ്ങളാണ്. തിരുമനസ് അവിടെ ധൂപപ്രാർത്ഥന അർപ്പിക്കുകയുണ്ടായി. ഞാൻ പൂനെ പോയ സമയത്ത് തമാശയുടെ കൂടെ സ്നേഹ സന്ദേശത്തിന്റെ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് സെന്റ് ജോർജ് ബാലഗ്രാമിൽ ചെന്ന സമയത്ത് കുഷ്ഠരോഗികളായ 50 പേരുടെ 50 പെൺമക്കളാണ് അവിടെ പഠിക്കുന്നത്. 50 പെൺമക്കൾ അവിടെ പഠിക്കുകയാണ്. അവർ ചേരികളിൽ വളർന്ന കുട്ടികളാണ്. നമ്മുടെ സഭ ഏറ്റെടുത്തിരിക്കുന്ന എത്ര വലിയ ഉത്തരവാദിത്വം ഉസ്താദിനെ നമ്മൾ ഓർക്കുകയാണ്. അതുപോലെ ഞങ്ങളൊക്കെ വൈദികരായ പള്ളികളിൽ ഇരിക്കുന്ന സമയത്ത് കാരുണ്യ എന്ന് പറയുന്ന കോട്ടയത്തെയും തിരുവനന്തപുരത്തെ ഇടങ്ങളിൽ അച്ഛന്റെ ഒരു എഴുത്തുണ്ടെങ്കിൽ എത്ര ദിവസമാണ് ഓരോ അടർന്നു വീഴുന്ന ജീവിതത്തിന്റെ പ്രതീക്ഷയിട്ട് നിൽക്കുന്നവർക്ക് പ്രാർത്ഥനയായി, ഭക്ഷണമായി, ആശ്വാസമായി കാരുണ്യമാകുന്നത്. അപ്പോൾ ഇവിടെ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് യേശുവരാൻ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളോട് പറയുകയാണ് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ളത്. ഉസ്താദിയുടെ അവിടെ നമ്മളൊക്കെ കുഞ്ഞുങ്ങളായി അവിടെ ചെന്ന് താമസിക്കുന്ന 2 ആഴ്ച കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഓരോ കുഞ്ഞിന്റെ കയ്യിൽ തലയിലും എന്റെ കയ്യിൽ തലവെച്ച് പ്രാർത്ഥന എനിക്ക് ഇപ്പോഴും എന്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്, കുഞ്ഞെ നീ സഭയ്ക്കും സമൂഹത്തിനും പ്രകാശമായി തീരണം. ഒരുപക്ഷെ നോബൽ പ്രൈസ് കിട്ടാത്ത ഒരു മനുഷ്യനാണ് ഉസ്താദ്, പക്ഷേ ഹൃദയം കൊണ്ട് ലോകം നോബൽ പ്രൈസ് നൽകിയിരിക്കുന്ന ഒരു പിതാവാണ് അദ്ദേഹം. അപ്പോ ഇവിടെ യേശുദാൻ നമ്മളോട് പറയുകയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഡോക്ടർ സോമർവെൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു പർവ്വതാരോഹകനായിരുന്നു. അദ്ദേഹം നാഗർകോവിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് മലയാളത്തിന്റെ നല്ല നിരൂപകനായ പ്രൊഫസർ എം കെ സാനുമാഷിന്റെ പിതാവ് ഓപ്പറേഷന് വേണ്ടി നാഗർകോവിൽ ചെന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുവാനൊരു നിർവാഹമില്ല, കയ്യിൽ പൈസയില്ല. ആലപ്പുഴയിൽ കൊണ്ടുചെന്നാക്കിയിട്ട് തിരികെ ഡോക്ടർ സോമർവെൽ പോകാൻ നേരത്ത് ആ പ്രൊഫസർ എം കെ സാനുമാഷിന്റെ അച്ഛൻ നന്ദി പറയാൻ ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ കൈവച്ചിട്ട് ഡോക്ടർ സോമർവെൽ പറയുന്നുണ്ട്, നന്ദി പറയണ്ട, ഞാൻ ക്രിസ്തുവിന്റെ ഒരു ഉപകരണം മാത്രമാണ്. പ്രൊഫസർ എം കെ സാനുമാഷിന്റെ കർമ്മഗതി എന്ന് പറയുന്ന ആത്മകഥ നമ്മൾ വായിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിലും, ഒരു ഡോക്ടർ, അദ്ദേഹം പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ ഉപകരണമാണ്. വൈലോപ്പിള്ളി എന്ന് പറയുന്ന മലയാളത്തിന്റെ മഹാനായ കവി അതേ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ രാത്രിയിൽ തന്റെ ബന്ധു വേദന കൊണ്ട് കരയുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നത്തെ അത്ര ടെക്നോളജി ഇല്ല. അപ്പൊ ആ സമയത്ത് അവിടെ രാത്രി 2 മണിക്ക് വൈലോപ്പിള്ളി ആ സാധുവായ ഡോക്ടറെ ചെന്ന് ഉണർത്താൻ മടിക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യന്റെ വേദന കാരണം ഉണർത്തുമ്പോൾ വൈലോപ്പിള്ളി ഗതികെട്ട് അദ്ദേഹത്തെ ഉണർത്തുമ്പോൾ അദ്ദേഹം വന്ന് യാതൊന്നും പറയാതെ ഈ മനുഷ്യന്റെ അടുത്ത് വന്നിരുന്ന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു ഡോക്ടർ സോമർവെൽ. പിന്നീട് അദ്ദേഹം മിഷണറിയായി മാറുന്നു. അദ്ദേഹത്തിന്റെ വേദന ശമിക്കുന്നില്ല. പക്ഷേ വീണ്ടും ഒരു ഓടക്കുഴൽ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ശ്രീമതി നിത്യ ഇവിടെ ആലപിച്ചതുപോലെ മനോഹരമായ ഒരു ഗാനം ആലപിക്കുമ്പോൾ ആ മനുഷ്യന്റെ വേദന മാറുകയാണ്. വളരെ അസ്വസ്ഥനായി പിറ്റേന്ന് വൈലോപ്പിള്ളി കത്തിയും മുരളിയും എന്ന മനോഹരമായ കവിത എഴുതുവാൻ കാരണമായത് ഡോക്ടർ സോമർവെൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. നോക്കിക്കേ, മലയാളത്തിനെ സ്വാധീനിക്കുന്ന എഴുത്തുകാരുടെയും നിരൂപകരുടെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏറെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് യു ആർ ദ ലൈറ്റ് ഓഫ് വേൾഡ് എന്ന് പറയുന്ന കർത്താവിന്റെ ഒരു വാചകത്തിലൂടെ എത്രയോ മനുഷ്യരാണ് ലോകത്തിന് വേണ്ടി നന്മയാകുന്നത്. ഒരുപക്ഷെ ഭാരതം എന്നുള്ളത് ഭാസിൽ ഗതിയുള്ളത് എന്ന ആ പ്രകാശത്തിൽ ക്രൈസ്തവരുടെ സംഭാവനകളും ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുഞ്ഞുങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, പറയാമോ? മക്കളുമാരെ കേൾക്കുന്നുണ്ടോ? ആ പാട്ട് നിങ്ങളൊന്ന് പാടുവോ? ശരിയാ,
നീ കേട്ടത് ശരിയാ. ഉറക്കപ്പാട്. കടലിളകി വരണ കൊമ്പനെ തളച്ചത് ശരിയാ. നീ കേട്ടത് ശരിയാ. കാലം മാറിടും. എനിക്ക് നിങ്ങളുടെ ചൂട് അറിയത്തില്ല കേട്ടോ. നേരിൻ പാതകൾ ശരി. എനിക്കതാണ് ആ പാട്ട് ഇഷ്ടപ്പെട്ട വരി ഇതാണ്. അപ്പൊ നമുക്കറിയുന്ന ഒരു പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെല്ലാവരും പറയും ജൻസി മോശമാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ആ പാട്ടിലും അവർ പറയുന്നത് ഇതാണ്, ശരിയാ, നീ കേട്ടത് ശരിയാ. ശരികൾ അവർ കേൾക്കട്ടെ. നീ കേട്ടത് ശരിയാ. കാലം മാറിടും. നേരിൻ പാതകൾ ഇതാണ്. ഞാൻ സത്യവും വഴിയും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി മാറണം എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഒന്ന് ബാക്ക് ചെയ്യാമോ? ഒറ്റ വീഡിയോ കൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ രണ്ട് വീഡിയോ വീഡിയോ 18 ആണ്. 18 എന്താണോ സൗണ്ട് ഉണ്ടോ? ചേർന്ന് പാടാം മക്കളെ. ജീവിച്ച ചേർന്ന് പാടാം. മലയാളം അറിയാത്ത കുഞ്ഞുങ്ങൾ, കുഷ്ഠരോഗികളായിരിക്കുന്നവരുടെ മക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറന്നു പോകുന്നു. ചേർന്ന് പാടാം. ജീവിച്ചാലും മരിച്ചാലും please video back. ഒറ്റ വീഡിയോ കൂടെ പ്ലീസ്. വീഡിയോ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ്. Hi, my name is Shomara. So usually in the video, and the information was taken. Nora, I should show some agency. Of course, salary and practical solution. Now, in college, investment management, ഈ മനുഷ്യൻ എഴുതിയ പുസ്തകമാണ് നൂറ്റാണ്ടുകളുടെ നടകളിൽ. ഈ മനുഷ്യന്റെ കൈയും കാലും ചലിക്കുകയില്ല. എസ്.എം.എ ബാധിതനാണ്. അദ്ദേഹത്തിന്റെ ചലിക്കുക എന്ന് പറയുന്നത് രണ്ട് കണ്ണും ഒരു നാക്കും മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ആയിരിക്കാം, എനിക്കത് അനുഭവമുണ്ട്, കണ്ണുകൊണ്ട് പക്ഷെ അത് തുറന്നിരിക്കുന്ന കണ്ണെന്ന് കാണിക്കാം. ഒന്ന് പോസ് ചെയ്യാമോ? തുറന്നിരിക്കുന്ന കണ്ണെന്ന് കാണിക്കാം. യെസ് പോസ് പ്ലീസ്. താങ്ക് യു വെരി മച്ച്. കൃഷ്ണകുമാർ എന്നാണ് പേര്. ചവറയിലാണ് വീട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ നടകൾ എന്ന പുസ്തകം കണ്ണുകൊണ്ടാണ് എഴുതിയത്. ഞാനൊരു ക്രിസ്മസിന്റെ സന്ധ്യയിൽ കണ്ടുമുട്ടിയ മനുഷ്യൻ. ഞാനും ഒരുപക്ഷെ എസ്.എം.എ ബാധിതർ എന്ന രോഗാവസ്ഥയെ കുറിച്ച് അറിയുന്നത് അങ്ങനെയാണ്. എന്റെ 5ാമത്തെ പുസ്തകം ചക്രക്കസേരയുടെ മനസ്സെന്ന പ്രവത ബുക്സ് പുറത്തിറക്കിയ പുസ്തകം ഈ എസ്.എം.എ ബാധിതർക്ക് വേണ്ടിയാണ്. അത് പറയാൻ മാത്രമല്ല, ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, അച്ഛൻ പോകുന്ന വേദികളിൽ ഈ പുസ്തകത്തെ കുറിച്ച് പറയണം. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് എസ്.എം.എ ബാധിതരായ ചലിക്കുവാൻ പറ്റാത്ത മനുഷ്യർക്ക് വേണ്ടി കോഴിക്കോട് അവർ 2.5 ഏക്കർ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല സഞ്ചാര സാഹിത്യത്തിന് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഒരു അവാർഡ് അദ്ദേഹം സ്വീകരിക്കും. ഞാനും കൂടെ പോയിരുന്നു. കണ്ടുകൊണ്ട് എഴുതിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈകാലുകൾ ചലിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് കമ്പ്യൂട്ടറിൽ 2 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്തു. അതിലൂടെയാണ് അദ്ദേഹം കണ്ണിന്റെ ചലനങ്ങളോടാണ് അദ്ദേഹം പുസ്തകം എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ലോകത്തിന്റെ വെളിച്ചം. മക്കളുമായി ഇതെന്താണ്? ഞാൻ ആദ്യം കാണിച്ച സൂചി നൂലുമാണ്. നമുക്ക് തവീഥായ പോലെ മറ്റുള്ളവർക്ക് പുതപ്പുകളായി മാറാം. ദിവസങ്ങളിൽ കാലം ചെയ്തപ്പോൾ ഓരോ പള്ളികളിലും നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളുടെ പുതപ്പുകളാണ് വെച്ചത്, പൂക്കളായിരുന്നില്ല. രണ്ടാമത് ഈ കല്ലുകൾ ഓരോന്നും ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടുന്നവരാണ്. അത് പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും ധൈര്യം കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും ലക്ഷ്യബോധം കൊണ്ടും ഒക്കെ നമുക്കതിനെ തിരഞ്ഞെടുക്കാം. അതോടൊപ്പം ഈ കൃഷ്ണകുമാറിനെ ഐക്കണോസ് ക്രൈസ്റ്റായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ തക്കോണം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നല്ലവരായ ദൈവമേ,
അനുഗ്രഹീതമായ ദിവസമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇത്രയേറെ കുഞ്ഞുങ്ങളും പുതുതലമുറയുടെ പ്രതീക്ഷകളായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവമേ, ഇവർ ഓരോരുത്തരും ഈ ലോകത്തെ നയിക്കുവാനുള്ള പ്രകാശത്തിന്റെ വിത്തുകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്നീ കുഞ്ഞുങ്ങളിൽ വീണ അവരുടെ ഗോട്ട് എന്നുള്ളത് ക്രിസ്തുവാണ് തിരിച്ചറിയുന്നവരെ സഹായിക്കുന്നവേ. ലോകം, കർത്താവേ, നേതാക്കന്മാർ, ലോകമൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തോലുരിയുമ്പോൾ കർത്താവേ, ഈ കുഞ്ഞുങ്ങൾ അവർ കല്ലുകളെടുക്കുവാൻ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെയും ആത്മവിശ്വാസത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒക്കെ അവരുടെ ജീവിതത്തിലെ നന്മകളിലൂടെ കർത്താവെ കല്ലുകളെടുത്ത് പരാജയപ്പെടുത്തുവാൻ കർത്താവെ അവരെ സഹായിക്കണമേ. ജീവിതത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന തിരിച്ചറിവോടുകൂടെ ഓരോ നിമിഷവും ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും കൊടുക്കണമേ. തങ്ങളുടെ സ്തോത്രം സകലവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും